2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മറാത്ത രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആഴത്തിലുള്ള ഒരു ഇമ്പാക്റ്റ്, ഒരു ഫലം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പുറകെ തന്നെ ഉണ്ടായ ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മഹാരാഷ്ട്രയിൽ ശരത് പവാർ എക്കാലത്തും രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവാണ്. ആ ശരത് പവാറിന്റെ കൂടെ നിന്ന് അജിത് പവാർ പിന്നീട് BJPയിലേക്ക് കളം മാറ്റി ചവിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഔദ്യോഗിക പക്ഷമായി മാറുകയാണ്. BJPയും അജിത് പവാറും ചേർന്ന് നേരിട്ട കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ BJPക്ക് കനത്ത പരാജയമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കി കൊടുത്തത്. അതിനെ സംബന്ധിച്ച് BJP തന്നെ ഇപ്പോൾ പറയുന്നത് അജിത് പവാർ ഒരു തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അജിത് പവാറിനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അഴിമതികൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ജലസേചന കരാറുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒക്കെ അജിത് പവാറിനെതിരെ ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തിയുമായി കൂട്ടുകൂടി BJP മറാഠ രാഷ്ട്രീയത്തിൽ പയറ്റിയത് BJPക്ക് തിരിച്ചടി നൽകി, അതൊരു തലവേദനയായി മാറി, ആ കൂട്ടുകെട്ട് ദോഷം ചെയ്തു എന്ന് BJPയുടെ തന്നെ ഓർഗനൈസറിൽ, അതായത് അവരുടെ മുഖപത്രമായ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നത് പ്രധാനമായും മറാത്ത രാഷ്ട്രീയത്തിൽ BJP അജിത് പവാർ പക്ഷവുമായി പക്ഷം ചേർന്നത് തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ചില സർവേ റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതായി ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശരത് പവാറിൽ നിന്ന് മാറി അജിത് പവാർ അനുയായികളോടൊപ്പം BJP രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അവിടെ തന്നെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുവരെ കൂടെ നിന്ന് അജിത് പവാർ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചതിന് ശേഷം പിന്നീട് ഏകനാഥ് ഷിൻഡെയോടൊപ്പം ചേർന്ന് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായി മാറിയത് തീർച്ചയായിട്ടും അതുവരെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ BJPയുടെ മറാത്ത രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള പവാർ വിരുദ്ധതയാണ്. ആ പവാർ വിരുദ്ധതയുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന പരിപാടിയായിരുന്നു അദ്ദേഹം BJPയുമായി ലോക്നാഥ് ഷിൻഡെയുമായി ചേർന്ന് അവിടെ ഉപമുഖ്യമന്ത്രിയായി മാറി എന്നത് പൊതുവെ വിമർശിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി കൂട്ടുചേർന്നത്, അജിത് പവാറുമായി കൂട്ടുചേർന്നത് BJPക്ക് ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അജിത് പവാറിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ് BJP ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അതൊരു തലവേദനയായി മാറാനും പാടില്ല, അതായത് മനഃപൂർവ്വം തങ്ങൾ ഒഴിവാക്കിയെന്ന് വരാനും പാടില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടി തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ അജിത് പവാറിനെ ഒഴിവാക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ BJP ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2022 ശേഷം ഉണ്ടായ ഈ കൂട്ടുകെട്ട്, അതുവഴി അദ്ദേഹം ഔദ്യോഗിക പക്ഷത്തിന്റെ ആളായി മാറുന്നു. പക്ഷെ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ജനങ്ങളുടെ ഒരു പിന്തുണ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇദ്ദേഹവുമായി കൂട്ടുകൂടിയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം BJPയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി എന്നുള്ളതാണ്. കാരണം അപ്പോൾ BJP ശരത് പവാർ രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ പവാർ രാഷ്ട്രീയവുമായി വലിയ വ്യത്യാസം പുലർത്തുന്ന ഒന്നല്ല എന്നും കൂട്ടുകെട്ടുകളിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഇമേജ്, അങ്ങനെയുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയും അത് BJPക്ക് തിരിച്ചടിയായി അവിടെ മാറുകയും ചെയ്തതായിട്ടാണ് അവിടെയുള്ള മുഴുവൻ നേതാക്കളും വിലയിരുത്തുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ശരത് പവാർ പക്ഷത്തേക്ക് അജിത് പവാർ പക്ഷത്തുള്ള 4 പ്രധാനപ്പെട്ട നേതാക്കൾ കൂറുമാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി അജിത് പവാറിന്റെ പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ ശരത് പവാർ പക്ഷത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുമ്പ് ധാരാളം അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട ഈ അജിത് പവാർ ശരത് പവാറിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് BJPയിൽ വന്നതെന്നും ചില വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളാണ് സ്വന്തം പാർട്ടിയിൽ ഏൽക്കേണ്ടി വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 48 സീറ്റിൽ ഏതാണ്ട് 23 സീറ്റുകൾ നേരത്തെ നേടിയ BJPക്ക് ഇപ്പോൾ കേവലം 9 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അജിത് പവാർ പക്ഷത്തിന്റെ കേവലം 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഈ ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, ദോഷം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് കുറഞ്ഞപക്ഷം ആ ദോഷം ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ ദുഷ്പേര് ഒഴിവാക്കുക, അതെങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ BJP ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അജിത് പവാർ പക്ഷത്തുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കൾ, അവിടുത്തെ പിമ്പരി ചിംചഡ് ഘടകത്തിന്റെ അധ്യക്ഷൻ, ആ അധ്യക്ഷൻ പോലും അവിടെ നിന്ന്, അതുപോലെ തന്നെ അവിടുത്തെ യൂത്ത് വിഭാഗത്തിന്റെ അധ്യക്ഷൻ, വനിതാ വിഭാഗം, ഇങ്ങനെ പല വിഭാഗങ്ങളുടെയും അധ്യക്ഷന്മാർ
അങ്ങോട്ട് രാജിവെച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ കണ്ടത്. അതുകൊണ്ട് ഈ 4 പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ ഏറ്റവും അവസാനം ഈ അജിത് പവാർ പക്ഷത്തിൽ നിന്ന് മാറിയിട്ടുള്ളത്. അവര് അടുത്ത ആഴ്ച ശരത് പവാർ പക്ഷത്തോടൊപ്പം ചേരും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പവാർ വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ഒരു കൂട്ടുകെട്ട് വേണ്ട എന്നുള്ളതാണ് ഓർഗനൈസർ ഉൾപ്പെടെ വന്ന ലേഖനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം അതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സീറ്റ് ആണെങ്കിൽ പോലും BJP പക്ഷത്ത് നിന്ന് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലോകസഭയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന BJP ഒരാളെ കൂടെ നിർത്താനാണ് പരിശ്രമം നടത്തുന്നത്. പക്ഷേ ഇവരെ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനൊക്കെ ഇരിക്കുന്ന പല സംസ്ഥാനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മത്സരത്തിന് മാത്രമേ BJPക്ക് നേട്ടം ഉണ്ടാക്കുവാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ അജിത് പവാറുമായി സഖ്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സംഭവിച്ചത് പവാർ വിരുദ്ധ രാഷ്ട്രീയം വെക്കുന്ന BJPക്ക് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അവിടെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, അവിടെ ബാരാമതിയിൽ മത്സരിച്ചത് അജിത് പവാറിന്റെ ഭാര്യയായിട്ടുള്ള സുനേത്ര പവാറാണ്. സുനേത്ര പോലും അവിടെ BJPക്ക് ശക്തി കേന്ദ്രങ്ങളിൽ പോലും സുനേത്രയ്ക്ക് വോട്ട് കിട്ടിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല RSS BJP പ്രവർത്തകർ വേണ്ടത്ര ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അജിത് പവാർ സഖ്യവും ഉണ്ടായതുകൊണ്ട്, അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുമായുള്ള BJPയുടെ സഖ്യം ഉണ്ടായതുകൊണ്ട് തന്നെ പല പ്രാദേശിക നേതാക്കന്മാരും, അത് BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ, RSSന്റെ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും വിട്ടുനിന്നതായിട്ടുള്ള വാർത്ത മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ BJPക്ക് മഹാരാഷ്ട്രയിൽ ദോഷം ചെയ്തത് ഏറ്റവും പ്രധാനമായും NCP അജിത് പവാറുമായിട്ടുള്ള BJP സഖ്യം തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അത് അജിത് പവാറിനും ഗുണം ചെയ്തില്ല, BJPക്കും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല BJPക്ക് വലിയ ദോഷമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ രാഷ്ട്രീയത്തിലുണ്ടായ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് വിശകലന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അജിത് പവാറിന്റെ NCP ഏതാണ്ട് നാമാവശേഷമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അങ്ങനെ തന്നെ പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം അപ്രത്യക്ഷമാകാൻ പോകുന്ന പാർട്ടികളിലൊന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അജിത് പവാറിന്റെ പാർട്ടി എന്ന് പറയുന്നത്, അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP എന്ന് പറയുന്നത്. കാരണം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ BJPയോടൊപ്പം പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തോടൊപ്പം ഒത്തുചേർന്ന് പോകാൻ കഴിയൂ എന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തുകൊണ്ട് എങ്ങനെയും BJP നേതൃത്വം അജിത് പവാറിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പയറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയം ആകെ വല്ലാതെ ഒരവസ്ഥയിലാണ്. കാരണം ഇദ്ദേഹത്തിനോടൊപ്പം കൂടെയുള്ള അജിത് പവാറിനോടൊപ്പം കൂടെയുള്ളവർ മറുകണ്ഠം ചാടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഉപമുഖ്യമന്ത്രിയായി ഇദ്ദേഹത്തിന് ഷിൻഡെയോടൊപ്പമുള്ള മന്ത്രിസഭയിൽ തുടരാൻ കഴിയുമോ, അത് എങ്ങനെയായിരിക്കും വരുംകാല രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. എന്തായാലും അജിത് പവാറിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിനായിരിക്കും BJP മുൻതൂക്കം കൊടുക്കുക. ശരത് പവാറിനെ ഉപേക്ഷിച്ച്, അതായത് ജനിപ്പിച്ച ആളെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സ്ഥാനം കൈയടക്കി അജിത് പവാർ എന്നുള്ള ഒരു ദുഷ്പേരും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം NCP നമുക്കറിയാം ഉണ്ടാക്കിയത് അതൊരു ശരത് പവാറിന്റെ കുട്ടിയാണെന്ന് നമുക്കറിയാം. ആ ശരത് പവാറിന്റെ കയ്യിൽ നിന്ന് ഔദ്യോഗിക പക്ഷമായി NCP അജിത് പവാർ NCP സഖ്യം മാറിയത് തന്നെ ജനങ്ങളിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അജിത് പവാറിനെ കൂടെ നിർത്തിയതും, ശരത് പവാർ വിരുദ്ധനായ അജിത് പവാറിനെ കൂടെ നിർത്തിയതും, ഒരു പവാർ രാഷ്ട്രീയത്തിൽ BJP ഉൾപ്പെട്ടു വന്നതും, അതുപോലെ തന്നെ ജനിപ്പിച്ച ആളെ തന്നെ തള്ളിപ്പറഞ്ഞ, ആദ്യം രൂപീകരിച്ച ആ പാർട്ടിയെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത് ഔദ്യോഗിക പക്ഷമായി സ്വാധീനം കൊണ്ട് ഔദ്യോഗിക പക്ഷമായി മാറിയതും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി മാറുകയും അത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുമ്പ് തന്നെ ഈ വലിയ മാറ്റങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രകടമാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. BJP ഏതാണ്ട് അത്തരത്തിലുള്ള ആലോചനകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്.